നമസ്കാരം. തൃശൂരിൽ വീണ്ടും ദാരുണമായൊരു കൊലപാതകം. ആനക്കല്ലിൽ ഭാര്യ ഭർത്താവ് കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തി. അവണിശ്ശേരി സ്വദേശി ഉണ്ണിമായാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഭർത്താവ് ശിവപ്രസാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംശയരോഗമാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെയാണ് നാടിനെ നടുക്കി ഈ സംഭവം നടക്കുന്നത്. തൃശൂർ ആനക്കല്ലിലെ ഭർത്തൃവീട്ടിൽ വെച്ചാണ് 30-കാരിയായ ഉണ്ണിമായ കൊല്ലപ്പെട്ടത്. ജോലിക്ക് പോകുവാനായി തയ്യാറെടുക്കുന്നതിടെ മുറിയിൽ വെച്ച് ശിവപ്രസാദ് ഭാര്യയെ കഴുത്തു ഞെരിക്കുകയായിരുന്നു. വീടിനുള്ളിൽ നിന്നും ശിവപ്രസാദിന്റെ അമ്മയുടെ നിലവിളി കേട്ടുകൊണ്ട് അയൽവാസികൾ ഓടിയെത്തുകയായിരുന്നു. ഉടൻ തന്നെ ഉണ്ണിമായെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൃത്യത്തിന് ശേഷം വീട്ടിൽ നിന്നും കടന്നു കളഞ്ഞ ശിവപ്രസാദിനെ പോലീസ് സംഘം പിന്തുടർന്ന് പിടികൂടി. അയ്യന്തോളിൽ വെച്ചാണ് ഇയാൾ പോലീസ് പിടിയിലായത്. ഉണ്ണിമായയോടുള്ള സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴിയും. ഇയാളെ നിലവിൽ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ആനക്കല്ലിലെ ഈ ഒരു വീട്ടിൽ അതിദാരുണമായ സംഭവങ്ങൾ അരങ്ങേറുകയായിരുന്നു. രാവിലെ 7:30യോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്ത് ഉണ്ണിമായ ജോലിക്ക് പോകുവാനായി ഒരുങ്ങുന്നതിടെ ഭർത്താവ് ശിവപ്രസാദ് ആക്രമിക്കുകയായിരുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയ പരിസരവാസികൾ കാണുന്നത് അബോധാവസ്ഥയിലായ ഉണ്ണിമായയായിരുന്നു. പ്രാഥമികമായി സംശയരോഗമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് സൂചന നൽകുന്നുണ്ട്. പ്രതിയായ ശിവപ്രസാദ് കൊലപാതകത്തിന് ശേഷം വളരെ വേഗത്തിൽ തന്നെ സ്ഥലം വിടുകയും ചെയ്തു. പക്ഷേ സിറ്റി പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അയ്യന്തോളിൽ വെച്ച് ഇയാളെ വലയിലാക്കുവാനും സാധിച്ചു. നിലവിൽ ഈ പ്രദേശത്ത് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. പ്രതി ശിവപ്രസാദിനെ ഇപ്പോൾ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് വിശദമായി ചോദ്യം ചെയ്യുന്നത്. ദമ്പതികൾക്കിടയിൽ നേരത്തെയും തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് അന്വേഷിക്കുകയാണ്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണോ ഈ കൊലപാതകം നടന്നതെന്ന കാര്യത്തിൽ വരും മണിക്കൂറുകളൊക്കെ തന്നെ വ്യക്തത വരും. കേരളത്തെ ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് സംശയരോഗം മൂലമുള്ള കൊലപാതകങ്ങൾ തുടർച്ചയാവുകയാണ്. തൃശൂർ ആനക്കല്ലിൽ ഇന്ന് ഉണ്ണിമായി എന്ന 30-കാരി കൊല്ലപ്പെട്ടത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ചോര വീണത് എത്രയോ വീടുകളിലാണ്. കുടുംബ ബന്ധങ്ങളുടെ വിശ്വാസ തകർച്ച കൊലക്കത്തിയായി മാറുന്ന ഭീകരമായ അവസ്ഥയാണിത് ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നത്. സംശയത്തിന്റെ നിഴലിൽ ജീവിത പങ്കാളിയുടെ ജീവനെടുക്കുന്ന പ്രവണത ഒരു മാനസിക വിപത്തായി മാറുകയാണ്. തൃശൂരിലെ സംഭവത്തിൽ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഉണ്ണിമായ ഭർത്താവ് ശിവപ്രസാദ് കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയത്. സംശയമാണ് തന്നെ ഈ ഒരു ക്രൂരമായ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു കഴിഞ്ഞു. 4 വയസ്സുകാരിയായ മകൾ ഇവർക്കുണ്ട്. ഈ കുഞ്ഞിന്റെ സാമീപ്യം പോലും ഇല്ലാതിരുന്ന നേരത്താണ് ഉണ്ണിമായെ ഭർത്താവ് ശിവപ്രസാദ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. കുടുംബ കലഹവും സംശയരോഗമാണ് നാടിനെ നടുക്കി കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പ്രാഥമിക നിഗമനം. വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള കിടപ്പുമുറിയിൽ മൃതദേഹം കണ്ട ശിവപ്രസാദിന്റെ അമ്മയുടെ നിലവിളിയാണ് പുറം ലോകത്തെ വിവരമറിയിച്ചത്. കരച്ചിൽ കേട്ട് സമീപത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഓടിയെത്തിയെങ്കിലും അവരെ വീടിനുള്ളിലേക്ക് കയറുവാൻ അനുവദിക്കാതെ ശിവപ്രസാദ് തടയുവാൻ ശ്രമിച്ചു. നാട്ടുകാർ ബലമായി അകത്തു കടന്നപ്പോഴാണ് അബോധാവസ്ഥയിലായ ഉണ്ണിമായെ കണ്ടെത്തിയത്. ഉടൻ തന്നെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒരു 4 വയസ്സുകാരിയുടെ അമ്മയാണ് ഈ കൊല്ലപ്പെട്ട ഉണ്ണിമായ. മകൾ നൗറീൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉണ്ണിമായയുടെ ആവണിശ്ശേരിയിലെ സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചത്. മകൾ നൗറീൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉണ്ണിമായയുടെ അവണിശ്ശേരിയിലെ സ്വന്തം വീട്ടിലായിരുന്നു. മകൾ അരികിലില്ലാത്ത തക്കത്തിന് ഉണ്ണിമായെ ശിവപ്രസാദ് ഇല്ലാതാക്കുകയായിരുന്നു. നിലവിൽ മൃതദേഹം ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അടുത്ത കാലത്തായി കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കുടുംബ കൊലപാതകങ്ങളുടെ പട്ടികയിലേക്ക് ഒരു പേരുകൂടി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. വെറും സംശയത്തിന്റെ പേരിൽ ഒരു 4 വയസ്സുകാരിക്ക് തന്റെ അമ്മയെ നഷ്ടപ്പെട്ടു. പ്രതി ശിവപ്രസാദിനെ തൊടുപുഴ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. എന്നാൽ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. പൊന്നാനിയെ നടുക്കി കഴിഞ്ഞ ദിവസം മറ്റൊരു കൊലപാതകം അരങ്ങേറിയിരുന്നു. പുനർഗേഹം ഭവന സമുച്ചയത്തിലെ താമസക്കാരിയായ യുവതിയെ കടൽ തീരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പൊന്നാനി അഴീക്കൽ മാറാപ്പിന്റെ വീട്ടിൽ 23-കാരിയായ ഫാത്തിമയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ യുവതിയുടെ ഭർത്താവ് രായൻ മരയ്ക്കർ വീട്ടിൽ മുഹമ്മദിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സർക്കാർ നിർമ്മിച്ച പുനർഗേഹം ഭവന സമുച്ചയത്തിലെ ഫ്ളാറ്റിലാണ് ഇരുവരുടെയും കുടുംബങ്ങൾ താമസിക്കുന്നത്. 1.5 വർഷം മുൻപാണ് വിവാഹം നടന്നത്. വിവാഹശേഷം ഇരുവരും തമ്മിൽ കലഹം പതിവായിരുന്നുവെന്നാണ് അയൽക്കാരും പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഇരുവരും ബൈക്കിൽ കറങ്ങാൻ ഇറങ്ങിയതായും ഇതിനിടെ ഉണ്ടായ വഴക്കിന് പിന്നാലെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കടൽ തീരത്ത് മണലിൽ കവിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. തിരുവനായ്ക്കൾ കടിച്ചു വലിക്കുന്ന നിലയിലായിരുന്നു പ്രദേശവാസികൾ ഈ മൃതദേഹം കണ്ടത്. മൃതദേഹം കണ്ടെത്തി മണിക്കൂറുകൾക്കകം പരപ്പനങ്ങാടി റെയിൽവേ ട്രാക്കിന് സമീപത്ത് മുഹമ്മദിനെയും പോലീസ് പിടികൂടി. ട്രെയിനിന് മുൻപിൽ ചാടി ജീവൻ എടുക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു ഇയാളെന്നാണ് പോലീസ് പറയുന്നത്. ദമ്പതികൾക്ക് 4 മാസം പ്രായമുള്ള മകളാണുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഫാത്തിമയെ കൊലപ്പെടുത്തിയത് ഈ കുഞ്ഞിന്റെ മുൻപിൽ വെച്ചെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം പൊന്നാനി കടൽ തീരത്ത് മരിച്ച നില കണ്ടെത്തിയ ഫാത്തിമയുടെ കൊലപാതകം
വെറും 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ തൊട്ടടുത്ത് കിടത്തിക്കൊണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസ് കൃത്യമായി വ്യക്തമാക്കുന്നത്. രാത്രി കുഞ്ഞിനെയും ഫാത്തിമയും കൂട്ടി ഇറങ്ങിയ മുഹമ്മദ് ഇവരെ കടപ്പുറത്ത് ആരുമില്ലാത്ത ഭാഗത്തേക്ക് എത്തിക്കുകയായിരുന്നു അത്രേ. കടപ്പുറത്തേക്ക് പോകുന്നതിന് മുൻപ് ഇവർ കർമ്മ റോഡിന്റെ പരിസരത്തുണ്ടായിരുന്നതായും വിവരമുണ്ട്. അഴിമുഖത്തെ മണൽത്തിട്ടയ്ക്ക് അടുത്തിരുന്ന് ഏറെ നേരം സംസാരിച്ച ഇവർ വാക്കുതർക്കത്തിലാവുകയും പിന്നീട് ഫാത്തിമയെ കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് വിവരം. കൊലപാതകത്തിന് ശേഷം കുഞ്ഞിനെയും എടുത്ത് പുലർച്ചെ 3 മണിയോടെ ഇയാൾ പുനർഗേഹം ഭവന സമുച്ചയത്തിലെ ഫ്ളാറ്റിലെത്തി കുഞ്ഞിനെ തന്റെ ഉമ്മയെ ഏൽപ്പിച്ച് കടന്നു കളയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പകൽ തന്നെ മുഹമ്മദിനെ പരപ്പനങ്ങാടിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതി കുറ്റം സമ്മതിച്ചതായും പോലീസ് പറഞ്ഞു. ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് പലപ്പോഴും ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും മുഹമ്മദ് പലതവണ ഫാത്തിമയെ കൈയേറ്റം ചെയ്തിട്ടുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ പൊന്നാരി കടപ്പുറത്തെത്തിയ സ്ത്രീകളാണ് മൃതദേഹം ആദ്യം കണ്ടത്. മൃതദേഹം തെരുവുനായ്ക്കൾ കടിച്ചു വലിക്കുന്ന നിലയിലായിരുന്നു. സംഭവ സ്ഥലത്തെത്തിയ പോലീസിന് തുടക്കത്തിലെ അസ്വാഭാവികതകൾ ബോധ്യപ്പെട്ടു. യുവതിയെ തിരിച്ചറിഞ്ഞതോടെ മുഹമ്മദിനു വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തി. ചെങ്കൽ ബ്ലാത്തങ്കരയിൽ യുവതി വെട്ടേറ്റ് മരിച്ച സംഭവത്തിന് പിന്നിലും സാമൂഹിക മാധ്യമങ്ങളുടെ അമിത ഉപയോഗവും കാരണമായി എന്ന് പോലീസ് പറയുന്നുണ്ട്. ബ്ലാത്തങ്കര ഗോപിനാഥ മന്ദിരത്തിൽ അൽമ എന്ന 32-കാരി വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്താവ് വിഷ്ണുനാഥിന്റെ കുറ്റസമ്മത മൊഴിയിലാണ് ഇക്കാര്യമുള്ളത്. വിവാഹത്തിന് ശേഷം അൽമ സോഷ്യൽ മീഡിയയിൽ സജീവമായതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നാണ് പോലീസ് പറയുന്നത്. അൽമ എപ്പോഴും ഫോണിൽ സമയം ചെലവഴിക്കുന്നതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കം പതിവായി. ഇതിന്റെ പേരിൽ വിഷ്ണുവിന് ഭാര്യ സംശയമുണ്ടായിരുന്നു. ഫോൺ സൈബർ പരിശോധനയ്ക്കായി അയച്ചതായും പോലീസ് പറഞ്ഞു. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാവിലെയും ഫോൺ ഉപയോഗത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. ഇതിനിടെ രാവിലെ 9:30 ബെഡ്റൂമിൽ വെച്ച് വിഷ്ണു അൽമയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. PSC കോച്ചിംഗ് സെന്ററുകളിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ് വിഷ്ണുനാഥ്. വെള്ളറയ്ക്കടുത്ത 5 മരങ്കാല സ്വദേശിനിയാണ് അൽമ. 9 വർഷം മുൻപ് പ്രണയ വിവാഹിതരായ ഇവർക്ക് കുഞ്ഞുങ്ങളില്ല. ഇതിന്റെ പേരിലും അസ്വാരസ്യമുണ്ടായിരുന്നു. ഭാര്യയെ കുത്തിയ ശേഷം വിഷ്ണുനാഥ് അഭിഭാഷകനായ സഹോദരന്റെ വീട്ടിലെത്തി വിവരം പറഞ്ഞു. സഹോദരൻ അറിയിച്ചതനുസരിച്ച് പോലീസ് വീട്ടിലെത്തിയപ്പോൾ ആൽമ കിടപ്പുമുറിയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. പാഠശാല പോലീസ് അറസ്റ്റ് ചെയ്ത് നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി വിഷ്ണുനാഥിനെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഇന്ന് തൃശൂരിൽ നടുക്കിയ ആനക്കല്ലിലെ ആ വീടിന് മുന്നിൽ ഇപ്പോൾ ബാക്കിയാകുന്നത് ഒരു വലിയ ചോദ്യചിഹ്നം മാത്രമാണ്. സംശയത്തിന്റെ പേരിൽ ഒരു പുരുഷൻ തന്റെ ഭാര്യയുടെ ജീവൻ എടുക്കുമ്പോൾ ഇവിടെ ഇല്ലാതാകുന്നത് ഒരു കുഞ്ഞിന്റെ ലോകം കൂടിയാണ്. 4 വയസ്സുകാരിയ നൗറിൻ ഇനി ആരോടാണ് പരിഭവങ്ങൾ പറയുക? അമ്മയുടെ മണം തേടി അവൾ ഇനി എങ്ങോട്ടേക്ക് ഓടും? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവണിശ്ശേരിയിലെ അമ്മ വീട്ടിലായിരുന്ന ആ കുഞ്ഞ് തന്റെ അമ്മ ഇനി ഒരിക്കലും മടങ്ങി വരില്ലെന്ന സത്യം എങ്ങനെ തിരിച്ചറിയും? കേരളത്തിൽ അടുത്ത കാലത്തെ വർദ്ധിച്ചു വരുന്ന ഇത്തരം കൊലപാതകങ്ങൾ വെറും ക്രമസമാധാന പ്രശ്നമല്ല. തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളുടെയും നിയന്ത്രിക്കാനാകാത്ത പകയുടെയും ഇരകളാകുന്നത് നിഷ്കളങ്കരായ ഈ കുഞ്ഞുങ്ങൾ കൂടിയാണ്. സംശയം ഒരു രോഗമായി പടരുമ്പോൾ അമ്മമാരെ നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നമ്മുടെ സമൂഹത്തിന് നേരെ ഉയർത്തുന്ന വലിയ മുന്നറിയിപ്പാണിത്. മകൾ അരികിലില്ലാത്ത നേരത്തെ ഉണ്ണിമായയുടെ ജീവനെടുത്ത ശിവപ്രസാദ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. നിയമം ശിക്ഷ നൽകിയേക്കാം. പക്ഷേ 4 വയസ്സുകാരി നൗറിന് നഷ്ടപ്പെട്ട മാതൃസ്നേഹം പകർന്നു നൽകുവാൻ ഈ ലോകത്ത് ആർക്ക് സാധിക്കും? വെറും 4 മാസം മാത്രം പ്രായമായ ഫാത്തിമയുടെ കുഞ്ഞിന് മാതൃസ്നേഹം പകരുവാൻ ഈ ലോകത്തിന് ആർക്ക് സാധിക്കും?